ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്തിനാ പ്രണവെ ഇങ്ങനെ വാശി കാണിക്കുന്നത്? വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിനിങ്ങനെ കുടിച്ച് നശിക്കുകയല്ല വേണ്ടത്. മനുഷ്യൻ ഇങ്ങനെ വിഡ്ഢികളെ പോലെ പെരുമാറരുത്. എന്തൊക്കെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതാ. എന്നിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ രാവിലെ തന്നെ ബാറിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക. നീ വന്നേ, നമുക്ക് മുറിയിലേക്ക് പോ. എന്നെ വിട്. എന്നെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഏട്ടന് മനസ്സിലാവത്തില്ല. എന്നെ വിട്ടേക്ക്. പോയേ പറ്റൂ. എനിക്ക് ആരെതിർത്താലും ഞാൻ പോവും. വിട്. പ്രണവ് ഒന്ന് നിന്നേ. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിന്റെ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ നിന്റെ ആരാണെന്ന്. എന്റെ ഏട്ടത്തി. ഏട്ടത്തി എന്ന് പറഞ്ഞാ പോരാ, ഏട്ടത്തി അമ്മ. അമ്മയുടെ സ്ഥാനമാണ് എനിക്ക്, അല്ലേ? നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ സ്നേഹവും ബഹുമാനവും എനിക്ക് തരുന്നുണ്ട്. അത് ഏട്ടത്തെ അർഹിക്കുന്നുണ്ട്. പക്ഷേ ശിവാനിയോ? അവളെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. സ്വബോധത്തോടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ശിവാനിയുടെ കാര്യം എന്തെങ്കിലും ഞാനിപ്പോ നിന്നോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്നെ കുറിച്ചാണ്. ഞാനും ഗൗതവും ഈ വീട് വിട്ട് പുറത്തൊരു വാടക വീട്ടിൽ പോയി ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ സമാധാനത്തോടെ ജീവിച്ചതല്ലേ? ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാ? പറയടാ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിച്ചതും അതിനുവേണ്ടി ശ്രമിച്ചതും ആരാ? അത് ഞാനാ. എന്നിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ കുടിച്ച് സ്വബോധമില്ലാതെ നടക്കുന്നതാരാ? പ്രണവേ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് നന്മയാണോ തിന്മയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ അയാൾ കുടിച്ചുപോയി എന്നൊക്കെ ഇരിക്കും.